കേരളത്തിലെ വ്യവസായ നഗരമെന്നും അറബിക്കടലിന്റെ റാണി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കൊച്ചി നഗരത്തിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സർ പോകുന്നത്. കൊച്ചിയിലെ വായു നിലവാരം അപകടകരമായ രീതിയിലാണെന്ന പുതിയ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്ത്. അടിയന്തിരമായി നടപടിയെടുത്തില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാണാം ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണുതള്ളും കാര്യമറിഞ്ഞാൽ. കൊച്ചിയിലെ ജനങ്ങളോടാണ്, നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഒരു ദിവസം വലിക്കുന്നത് 3 സിഗരറ്റാണ് എന്നതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു വരുന്നത് കൊച്ചിയിലെ വായു ഗുണനിലവാരത്തെ കുറിച്ചാണ്. നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ശ്വസിക്കുന്ന വായു 3 സിഗരറ്റിന് തുല്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിലെ പുകമഞ്ഞു കണ്ട് അമ്പരന്നവരാണ് കൊച്ചിയിലെ ജനങ്ങൾ. തണുപ്പ് മാറിയെങ്കിലും സാഹചര്യം ഒട്ടും മാറിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് കണക്കുകൾ. ഡൽഹിയിലെയും മുംബൈയിലെയും പോലെ വായു ഗുണനിലവാര സൂചിക കൊച്ചിയിലും അപകടകരമായ നിലയിലാണ്. പ്രതിവർഷം 18% എന്ന നിലയിലാണ് ഉയർച്ച. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടെ ഭയപ്പെടുത്തുന്ന രീതിയിൽ താഴ്ന്നിരിക്കുകയാണ് വായുവിന്റെ നിലവാരം. എറണാകുളത്ത് ഈ 200 താഴെ ആയിട്ടും അത് ഡൽഹിയേക്കാൾ അല്ലെങ്കിൽ ഡൽഹിയോടൊപ്പം തന്നെ ആഘാതം വരുത്തുന്നതാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജലബാഷ്പം കൂടുതലാണ്. ഇവിടുത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം 83%. ഡൽഹിയിലെ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. ഹ്യൂമിഡിറ്റി കുറവായ അവസരങ്ങളിൽ അതുണ്ടാക്കുന്ന ആഘാതം 400 ആണെങ്കിലും എറണാകുളത്തിന് തുല്യമാകും, എറണാകുളം അതിന് തുല്യമാകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വായുവിലൂടെ ശ്വാസകോശത്തിലെത്തുന്നത് 2.5 മൈക്രോമീറ്റർ വരെ വ്യാസമുള്ള പൊടിപടലങ്ങളാണ്. 41 മൈക്രോഗ്രാം മുതൽ 136 മൈക്രോഗ്രാം വരെ ഒരു ദിവസം ജനങ്ങളുടെ ഉള്ളിലെത്തുന്നു. ഇതിൽ നിന്ന് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ വ്യവസായശാലകൾ അവരുടെ മാലിന്യം പുറന്തള്ളുന്നത് അത് അന്തരീക്ഷത്തിന് ദോഷകരമല്ലാത്ത രീതിയിലുള്ള എമിഷൻസ്, അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ അവിടെ ഘടിപ്പിക്കണം. വീടുകളിൽ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മാലിന്യം കത്തിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിന് ദ്രോഹം വരുത്തി വെക്കുന്നതിന് തുല്യമാണ്. തുടർച്ചയായിട്ട് പുക ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാകും. ആസ്ഫിക്സിയ എന്ന് പറയുന്ന പ്രശ്നത്തിന് കാരണമാകും. അതുകൊണ്ട് വീടുകളിൽ മാലിന്യം ഒരു കാരണവശാലും കത്തിക്കരുത്. എന്ത് മാലിന്യമാണെങ്കിലും, കരിയിലാണെന്നുണ്ടെങ്കിലും കത്തിക്കരുത്. വ്യവസായശാലകളിൽ നിന്ന് പുറംതള്ളുന്ന രാസമാലിന്യങ്ങളും കൊച്ചിയിൽ തിങ്ങിപ്പാർക്കുന്ന ആളുകൾ വീടുകളിൽ മാലിന്യം കത്തിക്കുന്ന പുകയും വലിയ അളവിൽ വായുമലിനീകരണത്തിന് കാരണമാകുന്നു. ഗർഭിണികളും കുഞ്ഞുങ്ങളും പ്രായമായവരും ഒട്ടും സുരക്ഷിതരല്ല. ശ്വാസകോശത്തെ മുതൽ മസ്തിഷ്കത്തെ വരെ ബാധിക്കുന്ന നിലയിലേക്ക് സാഹചര്യം എത്തിയിട്ടുണ്ട്. 18ഓളം വ്യവസായശാലകൾ നിറഞ്ഞ നഗരമാണ് കൊച്ചി. ഇവിടെ നിന്നും പുറന്തള്ളുന്ന വാതക മാലിന്യങ്ങൾക്ക് ഇനിയെങ്കിലും നിയന്ത്രണമുണ്ടായില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളാകും ഉണ്ടാകുക. സ്വാതികൃഷ്ണനൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.